രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും സ്വന്തം അജണ്ടയ്ക്കായി എങ്ങനെ വേണമെങ്കിലും മോർഫ് ചെയ്ത് വികൃതമാക്കി സോഷ്യൽ മീഡിയയിൽ ഇടാം. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് സൈബർ ലോകത്ത് നിയമത്തെയും രാജ്യത്തെ ഭരണാധികാരിയെയും ഒരേപോലെ വെല്ലുവിളിച്ച് അഴിഞ്ഞാടിയ കുറേ മഹാന്മാരുണ്ട്. ഇതൊക്കെ ഇന്ത്യയല്ലേ? ഇവിടെ ആർക്ക് വേണമെങ്കിലും എന്തും കാണിക്കാം, ആരും ചോദിക്കാൻ പോകുന്നില്ല, നിയമത്തെ ആർക്കും പേടിയില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വെറൈറ്റി ട്രോളുകളും അധിക്ഷേപങ്ങളും ഇറക്കി വീറോടെ മെഴുകി നടന്നവരൊക്കെ ഇപ്പോൾ ഇവിടെയാണ്. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയവർക്ക് കൊടുത്ത പണി ഏത് ലെവലാണെന്ന് അറിയാമോ? സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിവാസവും കാണിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചാണെങ്കിൽ പോലും എന്തും വിളിച്ചു പറയാം, എഡിറ്റ് ചെയ്ത് വിടാം, നിയമം നമ്മളെ തൊടില്ല എന്ന് കരുതി ഇരുന്നവർക്ക് ഇപ്പോൾ കിടിലൻ പൂട്ടിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. സാക്ഷാൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും എല്ലാം അടങ്ങുന്ന മെറ്റാ ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ മേധാവിക്കും ഒപ്പം ഈ വ്യാജ പ്രചാരണത്തിന് കൂട്ടുനിന്ന കുറേ പ്രമുഖ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്കുമെതിരെ ഹൈദരാബാദ് പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് കാണിച്ചാലും ചോദിക്കില്ലെന്ന് അഹങ്കരിച്ചവരെ തേടി പിടിച്ച് പണി കൊടുത്ത കിടിലൻ സംഭവത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് പോവാം. പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഈ സംഭവം. രാജ്യത്ത് വിദ്യാർത്ഥികൾ വളരെ ജനുവിനായി തുടങ്ങിയ സമരം, ഉദാഹരണത്തിന് നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, എന്നാൽ ആ യഥാർത്ഥ സമരങ്ങളെയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെയും വഴിതിരിച്ചു വിടാനും പലരെയും ഉപേക്ഷിച്ചുകൊണ്ട് ആസൂത്രിതമായി അതൊരു വലിയ കലാപമാക്കി മാറ്റാനുമുള്ള വ്യക്തമായ ഗൂഢശ്രമങ്ങൾ പിന്നണിയിൽ നടന്നിരുന്നു എന്ന സംശയം ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ നിർണായക വിവരം പുറത്തുവരുന്നത്. ഈ പ്രതിഷേധങ്ങളുടെ മറവിലാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തെ അട്ടിമറിക്കാനും അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ നടന്നത്. വെറുമൊരു ട്രോളോ വിമർശനമോ അല്ല, ആധുനിക AI സാങ്കേതികവിദ്യയും മോർഫിയമും ഉപയോഗിച്ച പ്രധാനമന്ത്രിയുടെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു. ഈ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃകാ കമ്പനിയായ മെറ്റാ ഗ്രൂപ്പിന്റെ ഇന്ത്യയുടെ തലവനായ അരുൺ ശ്രീനിവാസിനെതിരെയും ഈ അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങൾ സ്വന്തം അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിച്ച നിരവധി സോഷ്യൽ മീഡിയ യൂസർമാർക്കെതിരെയും ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. BJP തെലങ്കാന സോഷ്യൽ മീഡിയ സെൽ അംഗം ടി സായി കിരൺ ഗൌഡ് നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി. ജൂലൈ 29 സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി അപമാനിക്കുന്ന തരത്തിലുള്ള 20ഓളം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം റീലുകളും പോസ്റ്റുകളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുന്നത്. ദേശീയ അഖണ്ഡതയെ തകർക്കുന്ന സന്ദേശങ്ങളും സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷവും ശത്രുതയും വളർത്തുന്ന ഉള്ളടക്കങ്ങളുമാണ് ഈ പോസ്റ്റുകളിൽ ഉണ്ടായിരുന്നത്. ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, എഡിറ്റ് ചെയ്ത ഇത്തരം വ്യാജ വീഡിയോകളും ഉള്ളടക്കങ്ങളും തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തുടരാൻ മെറ്റാ കമ്പനി അനുവദിച്ചു എന്ന ഗുരുതരമായ ആരോപണവും ഇതിലുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും ഈ വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ മുഖം നോക്കാതെ തിരിച്ചറിയാനും മെറ്റായുടെ ഔദ്യോഗിക സഹകരണം തേടിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. വെറുമൊരു നിസ്സാര കേസ് എന്ന നിലയിലല്ല പോലീസ് ഇതിനെ സമീപിച്ചിരിക്കുന്നത്. വളരെ കടുത്ത വകുപ്പുകളാണ് ഇവിടെ ചുമത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 353, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66, ഡിജിറ്റൽ ലോകത്തിന്റെ മറവിലിരുന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ എന്തും കാണിക്കാം, ആരും ചോദിക്കില്ല എന്ന് കരുതിയവർക്കുള്ള ശക്തമായ പ്രഹരമാണിത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കളിപ്പിക്കാനും AI സാങ്കേതിക വെച്ച് വ്യാജ നിർമ്മിതികൾ ഇറക്കി കളിയാക്കാനും ഇറങ്ങിയവർക്കുള്ള ട്രീറ്റ്മെന്റ് ഇതാണ്. നിയമത്തെ ആർക്കും പേടിക്കേണ്ടതില്ല എന്ന അഹങ്കാരത്തിന് കനത്ത തിരിച്ചടിയാണ് ഹൈദരാബാദ് പോലീസിന്റെ ഈ നീക്കം. പ്രേക്ഷകരെ, ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിവാസവും കാണിച്ച് കയ്യടി നേടാമെന്ന വ്യാമോഹത്തിൽ ഇരിക്കുന്നവർക്ക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ നൽകുന്ന വ്യക്തമായൊരു സന്ദേശമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് നിസ്സാരമായി വിട്ടുകളയുന്ന സർക്കാരല്ല കേന്ദ്രത്തിലുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ തകർക്കാനും രാജ്യത്തിനകത്ത് കലാപങ്ങളും അശാന്തിയും സൃഷ്ടിക്കാനും ചില സൈബർ ഗ്രൂപ്പുകൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം ഡിജിറ്റൽ പരമായി തന്നെ നേരിടാൻ നമ്മുടെ അന്വേഷണ
അന്വേഷണ ഏജൻസികളും പോലീസും ഇന്ന് സജ്ജമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് എടുത്ത ഈ കേസ്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃകാ കമ്പനിയായ മെറ്റയുടെ ഇന്ത്യ മേധാവിയെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ കൈകൾ എത്രത്തോളം ശക്തമാണെന്ന് ഇനിയെങ്കിലും ഇത്തരക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കാര്യം ഇനിയെങ്കിലും സൈബർ ലോകത്ത് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവരും മോർഫ് ചെയ്ത വീഡിയോകൾ ഇറക്കുന്നവരും മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ എഡിറ്റ് ചെയ്ത വീഡിയോകളും വ്യാജ ചിത്രങ്ങളും ഇട്ട് രാജ്യത്തെയും ഭരണാധികാരികളെയും അധിക്ഷേപിച്ചാൽ ഞങ്ങൾ ആരും കാണില്ല, ആരും ചോദിക്കില്ല എന്ന അഹങ്കാരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നത് തീർച്ചയാണ്. ഇന്ന് സാക്ഷാൽ മെറ്റ ഇന്ത്യ മേധാവിക്കെതിരെ വരെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തു എന്ന വാർത്ത നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. വ്യാജ പ്രചാരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഏതായാലും അവരെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നവർ എവിടെ ഒളിച്ചാലും ഡിജിറ്റൽ തെളിവുകൾ സഹിതം നിയമം അവരുടെ മുന്നിലെത്തും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇത്രയും വ്യാജ നിർമ്മിതികളും നടത്തി സമൂഹത്തിൽ വിഷം ചീറ്റാമെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ താക്കീതാണിത്. ഇനിയും ഇത്തരം പണികളുമായി ഇറങ്ങുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, കളി മാറിയിരിക്കുന്നു, ഇനി പണി ഉറപ്പാണ്. അതും കളി കേന്ദ്രത്തോടാണ്. കഴിഞ്ഞ ദിവസം മോദിയുടെ ആ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് മുക്കിയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തിനാണ് യുവാക്കൾ ഇതൊന്നും കാണരുത് എന്ന് കരുതിയിട്ടോ? സുഹൃത്തുക്കളെ, ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഫേസ്ബുക്ക് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വീഡിയോകൾ പോലും യാതൊരു മടിയുമില്ലാതെയാണ് നീക്കം ചെയ്തത്. അന്ന് അത് കണ്ട് ഇത് ആര് വിചാരിച്ചാലും സോഷ്യൽ മീഡിയയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, കേന്ദ്ര സർക്കാരിനെ പോലും വരുതിക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തിൽ നടന്ന കുറേ ടീമുകളുണ്ട്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. അന്ന് മോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് മുക്കിക്കളഞ്ഞവർക്ക് ഇന്ന് സാക്ഷാൽ മെറ്റ ഇന്ത്യയുടെ തലവനെതിരെ തന്നെ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് ക്രിമിനൽ കേസെടുത്ത് പൂട്ടേണ്ടി വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരിയെയും കേന്ദ്ര സർക്കാരിനെയും വെല്ലുവിളിക്കാം, എന്തും കാണിക്കാം എന്ന് കരുതിയവർക്കുള്ള ഏറ്റവും ശക്തമായ തിരിച്ചടിയാണിത്. കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടുമ്പോഴും യുവാക്കളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം ആസൂത്രിത നീക്കങ്ങൾ നടത്തുമ്പോഴും ഒരു കാര്യം ആരും മറക്കരുത്, കളി കേന്ദ്രത്തോടാണ്. അതുകൊണ്ട് തന്നെ പണി വരുന്നത് വേറെ ലെവലിലായിരിക്കും. യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനും രാജ്യത്ത് അശാന്തി ഉണ്ടാക്കാനുമുള്ള ഇത്തരം ഡിജിറ്റൽ കളികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സകലരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും ശക്തമായി തന്നെ ഇപ്പോൾ രംഗത്തുണ്ട്. ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ പണികളായിരിക്കും എന്നത് തീർച്ചയാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ പോയാൽ അവിടുത്തെ നിയമങ്ങൾക്ക് മുന്നിൽ താളം തുള്ളി അല്ലെങ്കിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരാണ് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ. എന്നാൽ ഇന്ത്യയിൽ വന്നാൽ നമ്മൾ പറയുന്നതാണ് നിയമം, നമ്മൾ വിചാരിച്ചാൽ ഇന്ത്യയിലെ ഏത് ഭരണാധികാരികളെയും താഴെയിറക്കാം എന്നൊരു അഹങ്കാരം ഇവർക്കുണ്ടായിരുന്നു. IT നിയമങ്ങൾ കർശനമാക്കിയപ്പോൾ അതിനെതിരെ നിന്നവരാണ് ഇവർ. പ്രധാനമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ AI നിർമ്മിത വ്യാജ വീഡിയോകൾ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയതിന് പിന്നിലെ ഉദ്ദേശം എന്താണ്? ഇവിടുത്തെ യുവാക്കളെ വഴിതെറ്റിക്കാം, രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാം എന്ന് തന്നെയാണ് അവർ കരുതിയത് എന്ന് പറയാം. പക്ഷേ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്, ഇത് പഴയ ഇന്ത്യ അല്ല, പുതിയ ഇന്ത്യയാണ്. ഇവിടെ നിയമം എല്ലാവർക്കും ഒപ്പമാണ്. അത് മെറ്റ മേധാവി ആയാലും ശരി, എന്ന പലരും AI എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് നല്ല കാര്യങ്ങൾക്കല്ല. വിദ്യാർത്ഥികളുടെ ജനുവിനായ സമരങ്ങളെ പോലും ഹൈജാക്ക് ചെയ്ത് പ്രധാനമന്ത്രിയുടെ ശബ്ദവും രൂപവും മോർഫ് ചെയ്ത് വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി വൈറലാക്കുകയാണ്. ഇതെല്ലാം കണ്ട് ജനം വിശ്വസിച്ചോളും എന്ന് കരുതുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാമാന്യ ബോധമുണ്ട്. ഇത്തരം ചീപ്പ് പൊളിറ്റിക്സ് കണ്ട് മോദിയെ തള്ളിപ്പറയാൻ ഇന്ത്യക്കാർ തയ്യാറല്ല. മാത്രമല്ല, ഡീഫേക്ക് പോലുള്ള വ്യാജ നിർമ്മിതികൾക്കെതിരെ കേന്ദ്ര സർക്കാർ എത്രത്തോളം കർശനമായ നടപടികളാണ് എടുക്കാൻ പോകുന്നതെന്ന് ഈ കേസിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇനി ഒരാളും എഡിറ്റിംഗും ആപ്പും തുറന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ ധൈര്യപ്പെടില്ല എന്നത് തീർച്ചയാണ്. അതുപോലെ ഒരു പണിയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കുറെ വ്യാജ പോസ്റ്റുകൾ ഇട്ടും മോദിയെ താഴെ ഇറക്കാമെന്ന് പകൽക്കിനാവ് കാണുന്നവരോട് ഇതാണ് പറയാനുള്ളത്, നിങ്ങളുടെ ഈ വില കുറഞ്ഞ കളികൾ ഇവിടെ ചിലവാകില്ല. കളി കേന്ദ്രത്തോടാണ്, പണി വരുന്നത് നിയമത്തിന്റെ രൂപത്തിലായിരിക്കും. മെറ്റ മേധാവിയുടെ അവസ്ഥ കണ്ടിട്ടും പഠിക്കാത്തവർക്ക് ഇനിയും വലിയ പണികൾ കാത്തിരിപ്പുണ്ട് എന്നത് ഉറപ്പാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.